വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങള്, ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങള് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കണം. ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ എവിടെയാന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ പാർക്കുകൾ കൂടുതലുള്ളത് നമ്മൾ മധ്യപ്രദേശിലാണെന്ന് പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള യൂണിയൻ ടെറിട്ടറി ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഉത്തരം പറയേണ്ടത്? ആൻഡമാൻ ആണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള യൂണിയൻ ടെറിട്ടറി. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സ്റ്റേറ്റ് മധ്യപ്രദേശ്. ഇന്ത്യയില് ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബില്, അതുപോലെ തന്നെ ചണ്ഡീഗഡില്, പഞ്ചാബ്, ചണ്ഡീഗഡ്, ദദ്ര നഗർ ഹവേലി അറിയാലോ, ദദ്ര കേട്ടിട്ടുണ്ട്. ദദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഒരുമിച്ചാണല്ലേ. അപ്പൊ ദദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു അല്ലെ, ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഡൽഹിയിലില്ല. എവിടെയില്ലാത്ത? ഡൽഹിയിലില്ല. ലക്ഷദ്വീപിലില്ല. എവിടെയാണ്? ലക്ഷദ്വീപിലില്ല. പുതുച്ചേരിയിലില്ല. ലക്ഷദ്വീപിലില്ല, അതുപോലെ പുതുച്ചേരിയിലില്ല. അപ്പൊ ഇന്ത്യയിൽ എവിടെയൊക്കെ നാഷണൽ പാർക്ക് ഇല്ലാത്ത? പഞ്ചാബ്, ചണ്ഡീഗഡ്, ദദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ലക്ഷദ്വീപ്, പുതുച്ചേരി തുടങ്ങിയവയിൽ എന്ത് കാണുന്നില്ല? കേന്ദ്രഭരണ പ്രദേശങ്ങൾ നാഷണൽ പാർക്കുകൾ കാണുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് മധ്യപ്രദേശിലും ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള യൂണിയൻ ടെറിട്ടറി ആൻഡമാൻ നിക്കോബാറുമാണ്. പഞ്ചാബ്, ചണ്ഡീഗഡ്, ദദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദേശീയോദ്യാനങ്ങൾ ഇല്ല. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമീസ് നാഷണൽ പാർക്കാണ്. ഹെമീസ് നാഷണൽ പാർക്ക് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമീസ് നാഷണൽ പാർക്കാണ്. ലഡാക്കിലാണ്. ഹെമീസ് എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമീസ് ആണ്, അത് ലഡാക്കിലാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ തടാകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായി, ലോകത്തിലെ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്ക് കേബുൾ ലംജാബോ എവിടെയാണ്? മണിപ്പൂരിലാണ് അല്ലെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണാണ് അൻഷി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അൻഷി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അൻഷി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അൻഷി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. ഈ കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപത്തായിട്ടാണ് അൻഷി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് മനാസ് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. മനാസ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താ? മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ്. എവിടെയാണ്? ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് കച്ചിലാണ്. എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ച് കേട്ടോ. ഗൾഫ് ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക്. എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഹെമീസ് നാഷണൽ പാർക്കാണ്. നമ്മൾ പറഞ്ഞില്ല ഇന്ത്യയിലെ ഏറ്റവും വലുത് ഹെമീസ് ആണ് ലഡാക്കില്. അവിടെ എന്താ കാണപ്പെടുന്നത്? ഹിമപ്പുലികളെയാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ സിംഹങ്ങളെ കാണുന്നത് എവിടെയാന്ന് ചോദിച്ചാലോ, ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രം, ഏഷ്യൻ സിംഹങ്ങളെ കാണപ്പെടുന്നത് ഗിർ നാഷണൽ പാർക്കിലാണ്. ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗുജറാത്തിലാണ്. അവിടെയാണ് ഏഷ്യൻ സിംഹങ്ങളെ കാണപ്പെടുന്നത്. ഇനി അടുത്തത് കാശ്മീരി മാനുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? കാശ്മീരി മാനുകളെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. നാഷണൽ പാർക്കിന്റെ പേര് ഡച്ചിങ്ഹാം. എന്താണ്? ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക്. അപ്പൊ ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. അവിടെ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്നതാണ് ഏത്?
ഡച്ചിങ്ങ. ഇനി അടുത്തത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം? അപ്പൊ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങള് കാണപ്പെടുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് കാസിരംഗ നാഷണൽ പാർക്കിലാണ്. കാസിരംഗ ആസാമിലാണ്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് കാസിരംഗയാണ്. കാസിരംഗ ആസാമിലാണ്. വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ നന്ദൻകാനൻ എന്ന് പറയും. അതിന്റെ പേര് നന്ദൻകാനൻ എന്നാണ്. നന്ദൻകാനൻ എവിടെയാണ്? ഒഡീഷയിലാണ്. വെള്ളക്കടുവകളെ നന്ദൻകാനനാണ്. നന്ദൻകാനൻ എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി അടുത്തത് റോയൽ ബംഗാൾ ടൈഗർ, ബംഗാൾ കടുവ, റോയൽ ബംഗാൾ ടൈഗർ. ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? മനാസ് നാഷണൽ പാർക്കിലാണ്. മനാസ് എവിടെയാണ്? ആസാമിലാണ്. മനാസ് ആസാമിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ളത് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ യൂണിയൻ ടെറിട്ടറി ആൻഡമാൻ ആണ്. നാഷണൽ പാർക്ക് ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ്സും ഏതൊക്കെയാണ്? പഞ്ചാബ്, ചണ്ഡീഗഡ്, ദദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ലക്ഷദ്വീപ്, പുതുച്ചേരി. ഏറ്റവും വലുത് ഹെമീസ് നാഷണൽ പാർക്കാണ്. ഹെമീസ് ലഡാക്കിലാണ്. ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നത് ഹെമീസിലാണ്. അൻഷി എവിടെയാണ്? കർണാടകയിലാണ്. അൻഷി നാഷണൽ പാർക്ക് അല്ലെ. മനാസ് നാഷണൽ പാർക്ക്, മനാസ് എവിടെയാണ്? മനാസ് ആസാമിലാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെയാണ് ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നത്. ഇനി നമ്മുടെ മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിലാണ്. അടുത്തത് ഏഷ്യൻ സിംഹങ്ങളെ കാണപ്പെടുന്നത് ഗിറിലാണ്. ഗിർ ഗുജറാത്തിലാണ്. കാശ്മീരി മാനുകളെ കാണപ്പെടുന്നത് ഡച്ചിങ്ഹാമിലാണ്. അത് ജമ്മു കാശ്മീരിലാണ്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളെ കാണപ്പെടുന്നത് കാസിരംഗ, അത് ആസാമിലാണ്. വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്നത് ഒഡീഷയിലെ നന്ദൻകാനൻ നാഷണൽ പാർക്കിലാണ്. ബംഗാൾ കടുവകളെ കാണപ്പെടുന്നത് മനാസ്, ആസാമിലെ മനാസിലാണ്. ഇനി ഇതിപ്പോ ഓരോ നാഷണൽ പാർക്കുകളും പ്രത്യേകത അനുസരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോ പ്രത്യേകതകളൊന്നും ഇല്ലാതെ തന്നെ, അതായത് അങ്ങനെ എടുത്തു ചോദിക്കാതെ തന്നെ വെറുതെ ഒരു നാഷണൽ പാർക്കിന്റെ പേര് തന്നിട്ട് അത് എവിടെയാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുള്ള കുറച്ച് നാഷണൽ പാർക്കുകളുടെ പേര് ഞാൻ പറയണേ. ഒന്ന് നാഗർഹോള. നാഗർഹോള എവിടെ അറിയോ നിങ്ങൾക്ക്? കർണാടകയിലെ നാഷണൽ പാർക്കാണ്. നാഗർഹോള, കർണാടക. നാഗർഹോള പോലെ തന്നെ കർണാടകയിൽ ചോദിക്കാറുണ്ട് ബന്ദിപ്പൂർ, ബന്ദിപ്പൂർ കർണാടക. അതുപോലെ തന്നെ കുദ്രിമുഖ് എവിടെയാണ്? എന്താണ് കുദ്രിമുഖ്? കുദ്രിമുഖും എവിടെ തന്നെയാ? കർണാടക. അപ്പൊ നാഗർഹോള, ബന്ദിപ്പൂർ, കുദ്രിമുഖ് തുടങ്ങിയവ കർണാടകയില്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സിംലിപാൽ. സിംലിപാൽ എവിടെ അറിയോ നിങ്ങൾക്ക്? സിംലിപാൽ നാഷണൽ പാർക്ക് ഒഡീഷയിലാണ്. സിംലിപാൽ നാഷണൽ പാർക്ക് ഒഡീഷയിലാണ്. അടുത്തത് ബിത്താർ കണിക. ബിത്താർ കണിക പ്രധാനമാണ്. ബിത്താർ കണിക, ബിത്താർ കണികയും ഒഡീഷയിൽ. അപ്പൊ ബിത്താർ കണിക നാഷണൽ പാർക്ക് ഒഡീഷ, സിംലിപാൽ നാഷണൽ പാർക്ക് ഒഡീഷ, കുദ്രിമുഖ് നാഷണൽ പാർക്ക് കർണാടക, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക, നാഗർഹോള നാഷണൽ പാർക്ക് കർണാടക. ഇനി അടുത്തത് തഡോബ നാഷണൽ പാർക്ക്. തഡോബ നാഷണൽ പാർക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. തഡോബ നാഷണൽ പാർക്ക് എവിടെയാണ്? മഹാരാഷ്ട്ര. തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലാണ്. തഡോബ. ഇനി അടുത്തത് രത്തംബോർ നാഷണൽ പാർക്ക്. രത്തംബോർ എവിടെയാണ്? നമ്മൾ ഗിർ എവിടെയാന്നാ പറഞ്ഞ? ഗുജറാത്തിലാണ് അല്ലെ. അപ്പൊ രത്തംബോർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. രത്തംബോർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ സരിസ്കയും രാജസ്ഥാനാണ്. രത്തംബോർ കൂടാതെ സരിസ്ക രാജസ്ഥാനാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, കിയോലാഡിയോ. അപ്പൊ കിയോലാഡിയോ, സരിസ്ക, രത്തംബോർ. കിയോലാഡിയോ, സരിസ്ക, രത്തംബോർ തുടങ്ങിയവ രാജസ്ഥാനില്. വേറൊന്നും ഇല്ലാന്നല്ല, പ്രധാനപ്പെട്ട കുറച്ച് നമ്മൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രത്തംബോർ രാജസ്ഥാൻ, സരിസ്ക രാജസ്ഥാൻ, കിയോലാഡിയോ രാജസ്ഥാൻ. ഇനി അടുത്തത് ജിം കോർബറ്റ്. എല്ലാവർക്കും അറിയുന്നതാണ് ജിം കോർബറ്റ്. ജിം കോർബറ്റ് എവിടെയാണ്? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് അല്ലെ. അപ്പൊ ജിം കോർബറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ടൈഗർ റിസർവ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കൂടിയാണ്, ഉത്തരാഖണ്ഡിലാണ്. ഇനി സലിം അലി അത് നമ്മൾ കേരളം പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സലിം അലിയുടെ പേരിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അതെവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. സലിം അലി നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് വാൽമീകി നാഷണൽ പാർക്ക്. വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാ? വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ്. വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ്. അടുത്തത് നമുക്കറിയാലോ സുന്ദർബൻ, സുന്ദരി വനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സുന്ദർബൻ എവിടെയാണെന്നാ കേട്ടേക്കണ? വെസ്റ്റ് ബംഗാളിൽ. സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലാണ്.
ബംഗാളിലാണ്. അതുപോലെ തന്നെ ബുക്സ, സുന്ദർബൻ നാഷണൽ പാർക്കും ബുക്സ നാഷണൽ പാർക്കും വെസ്റ്റ് ബംഗാളിലാണ്. ഇനി കാസിരംഗ, മനാസ് അതൊക്കെ നമ്മൾ പഠിച്ചൂലേ, ആസാമിലാണെന്ന്. ഇനി കാഞ്ചൻജംഗ, കാഞ്ചൻജംഗ കൊടുമുടി കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലെ. അതുപോലെ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഉണ്ട്. കാഞ്ചൻജംഗ കൊടുമുടി എവിടെയാ? സിക്കിമിൽ. അതുപോലെ തന്നെ നാഷണൽ പാർക്കും എവിടെയാ? സിക്കിമിൽ തന്നെയാണ്. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നോക്രക്ക്. എന്താണ് നോക്രക്ക്? നോക്രക്ക് എവിടെയാണ്? മേഘാലയയിലാണ്. നോക്രക്ക് എവിടെയാ? മേഘാലയ. നോക്രക്ക് മേഘാലയ. അപ്പൊ നാഗർഹോള കർണാടക, ബന്ദിപ്പൂർ കർണാടക, കുദ്രിമുഖ് കർണാടക, സിംലിപാൽ ഒഡീഷ, ബിത്താർ കണിക ഒഡീഷ, ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ്, സലിമലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ, വാൽമീകി നാഷണൽ പാർക്ക് ബീഹാർ, സുന്ദർബൻ വെസ്റ്റ് ബംഗാൾ, ബുക്സ വെസ്റ്റ് ബംഗാൾ, തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര, രത്തംബോർ രാജസ്ഥാൻ, സരിസ്ക രാജസ്ഥാൻ, കിയോലാഡിയോ രാജസ്ഥാൻ, കാഞ്ചൻജംഗ സിക്കിം, നോക്രക്ക് മേഘാലയ. ഇത്രയും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ക്ലിയർ ആയില്ലേ? ഈ നോക്രക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞേ, ചുവന്ന പാണ്ടകളെ കാണപ്പെടുന്നു. എന്താണ്? ചുവന്ന പാണ്ടകളെ കാണപ്പെടുന്നു നോക്രക്കില്. ചുവന്ന പാണ്ടകളെ കാണപ്പെടുന്നത് എവിടെയാണ്? നോക്രക്കിലാണ്. ചുവന്ന പാണ്ടകളെ കാണപ്പെടുന്നത് നോക്രക്ക്. അതുപോലെ കിയോലാഡിയോ രാജസ്ഥാൻ എന്ന് പറഞ്ഞു അല്ലെ. അവിടെ എന്താ അറിയോ നിങ്ങൾക്ക്? സൈബീരിയൻ കൊക്കുകളെ കാണപ്പെടുന്നു. എന്താണ്? സൈബീരിയൻ കൊക്ക്. അപ്പൊ സൈബീരിയൻ വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ കൊക്കുകളെ കാണപ്പെടുന്നു കിയോലാഡിയോ രാജസ്ഥാൻ. വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ ക്രെയിൻസിനെ കാണപ്പെടുന്നത് കിയോലാഡിയോ രാജസ്ഥാനാണ് കേട്ടോ. ഇനി അടുത്ത ഒരു നാഷണൽ പാർക്കിന്റെ പേരാണ് ബൽഫാക്രം. എന്താണ്? ബൽഫാക്രം. എന്താണ് ബൽഫാക്രത്തിന്റെ പ്രത്യേകത എന്നറിയോ? ബൽഫാക്രം മേഘാലയാണ്. മേഘാലയയിലെ ഗാരോ, നമ്മളോട് ചോദിക്കാറുണ്ട് ഗാരോ കുന്നുകൾ എവിടെ കാണപ്പെടുന്നു. അപ്പൊ മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബൽഫാക്രം. മേഘാലയയിലെ ബാരോ കുന്നുകളിലാണ് ബൽഫാക്രം. എന്താണ്? ബൽഫാക്രം. ക്ലിയർ ആയില്ലേ? ബൽഫാക്രത്തിന് ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്ന വേറൊരു പേരും കൂടി ഉണ്ട്. ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബൽഫാക്രമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഞാൻ പറഞ്ഞു ജിം കോർബറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കണം അല്ലെ. അപ്പൊ ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചാലോ നമുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. 1936 ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. ഇതിന്റെ മറ്റു പേരുകൾ ഹെയ്ലി നാഷണൽ പാർക്ക്, രാംഗംഗ നാഷണൽ പാർക്ക് തുടങ്ങിയവയാണ്. അപ്പൊ രാംഗംഗ നാഷണൽ പാർക്ക് എന്നും ഹെയ്ലി നാഷണൽ പാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1957 ആയപ്പോ അതിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പേര് വന്നു. അപ്പൊ 36 നിലവിൽ വന്ന ഹെയ്ലി അല്ലെങ്കിൽ രാംഗംഗ നാഷണൽ പാർക്ക് 1957 ജിം കോർബറ്റ് നാഷണൽ പാർക്കായിട്ട് നിലവിൽ വന്നു. ഇനി ഇന്ത്യ നമ്മൾ പ്രോജക്ട് ടൈഗർ പഠിക്കുമ്പോൾ ബാക്കി കാര്യം പഠിക്കും. ഇന്ത്യയിൽ ആദ്യത്തെ പ്രോജക്ട് ടൈഗർ ആരംഭിച്ചത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോജക്ട് ടൈഗർ ആരംഭിച്ചത് എവിടെയാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് കേട്ടോ. മൃഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ചത് ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിം കോർബറ്റിലാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഇത്രയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇനി നമ്മൾ പഠിക്കുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാ പറയാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. എന്താ അതിന്റെ പേര്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് മഹാരാഷ്ട്രയിലാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതെന്ന് പറയുന്നത് വന്യജീവി സങ്കേതം അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. ഇനി നമുക്ക് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം, അതും കേരളം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുതുമലൈ വന്യജീവി സങ്കേതം എവിടെയാ? തമിഴ്നാടാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ പോയിന്റ് കാലിമർ എന്താണ്? പോയിന്റ് കാലിമർ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തമിഴ്നാടാണ്. അപ്പൊ പോയിന്റ് കാലിമർ, മുതുമലൈ വന്യജീവി സങ്കേതങ്ങൾ തമിഴ്നാടാണ് എന്ന് മനസ്സിലാക്കാം. നാഗാർജുന സാഗർ ശ്രീശൈലം ഏതാണ് അടുത്തത്? നാഗാർജുന സാഗർ ശ്രീശൈലം
സാഗർ ശ്രീശൈലം, നാഗാർജുന സാഗർ ശ്രീശൈലം എന്ന് വിളിക്കുന്ന വന്യജീവി സങ്കേതം എവിടെയാണ്? തെലുങ്കാനയിലാണ്. അല്ലെ, എന്താണ് ആന്ധ്രയും തെലുങ്കാനയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. തെലുങ്കാനയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി അടുത്തത് പച്ചുമാർഹി എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം ഉണ്ട്. പച്ചുമാർഹി അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. പച്ചുമാർഹി വന്യജീവി സങ്കേതം മധ്യപ്രദേശിലാണ്. പച്ചുമാർഹി മധ്യപ്രദേശിലാണ്. ഇനി അടുത്തത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് അല്ലെ. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. നേരത്തെ ഇവിടെ എഴുതിയിട്ടില്ലേ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് മഹാരാഷ്ട്രയിലാണ്. അടുത്തത് മേൽഘട്ട്, മഹാരാഷ്ട്രയിൽ അടുത്തതുള്ളത് മേൽഘട്ട് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മേൽഘട്ട് മഹാരാഷ്ട്ര. അതുപോലെ മഹാരാഷ്ട്രയിലെ വേറൊരെണ്ണാണ് രത്നഗിരി. അപ്പൊ രത്നഗിരി വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര. രത്നഗിരി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. കൊയ്ന വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര. അപ്പൊ മേൽഘട്ട്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, കൊയ്ന, രത്നഗിരി ഇതൊക്കെ തന്നെ ഇവിടെയാണ് മഹാരാഷ്ട്രയിലെ വന്യജീവി സങ്കേതങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് സൽ സരോവർ വന്യജീവി സങ്കേതം. സൽ സരോവർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ചില വന്യജീവി സങ്കേതങ്ങളാണ്, ടൈഗർ റിസർവ് ആണ്, അതേസമയം എന്തുമാണ്? പക്ഷി സങ്കേതങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എല്ലാ ഹെഡിലും അത് പെടുന്നുണ്ടാവും. അപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് സ്റ്റേറ്റ് എവിടെയാന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് റാണിപൂർ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കുക. റാണിപൂർ എവിടെയാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റാണിപൂർ യു-പിയിലാണ്. റാണിപൂർ എവിടെയാണ്? യു-പിയിലാണ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതലും ചോദിച്ചു കണ്ടേണത്. അടുത്തത് വാൽമീകി എന്ന് പറയുന്നതുണ്ട്. വാൽമീകി ഒരു ടൈഗർ റിസർവും കൂടിയാണ്. വാൽമീകി എവിടെയാണ്? ബീഹാറിലാണ്. അടുത്തത് പലമാവു എവിടെയാണ്? പലമാവു എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇതൊക്കെ പ്രധാനമാണ്. ഇതൊക്കെ വന്യജീവി സങ്കേതങ്ങൾ മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, ഞാൻ കൂടുതൽ പറഞ്ഞേട്ടോ. അപ്പൊ വാൽമീകി ബീഹാർ, പലമാവു ജാർഖണ്ഡ്, റാണിപൂർ യു-പി, സൽസരോവർ ഗുജറാത്ത്, മുതുമലൈ തമിഴ്നാട്, പോയിന്റ് കാലിബർ തമിഴ്നാട്, നാഗാർജുന സാഗർ തെലുങ്കാന, പച്ചുമാർഹി മധ്യപ്രദേശ്, മേൽഘട്ട് മഹാരാഷ്ട്ര, രത്നഗിരി കൊയ്ന മഹാരാഷ്ട്ര. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് ഒരു കാറ്റഗറിയും കൂടി നമുക്ക് നോക്കി നോക്കാം. ബേർഡ് സാങ്ച്വറീസ്. ഇന്ത്യയിലെ ബേർഡ് സാങ്ച്വറീസും കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം. അടുത്തത് കടുവ സങ്കേതവും അതുപോലെ തന്നെ പിന്നെ ബയോസ്ഫിയർ റിസർവും കമ്മ്യൂണിറ്റി റിസർവും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താ പറയാ പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ് ഭരത്പൂർ ബേർഡ് സാങ്ച്വറി. ഭരത്പൂർ എവിടെയാ? ഭരത്പൂർ ബേർഡ് സാങ്ച്വറി രാജസ്ഥാൻ. രാജസ്ഥാനാണ്. അടുത്തത് സുൽത്താൻപൂർ. ഏതാണ് സുൽത്താൻപൂർ എവിടെയാണ്? ഹരിയാനയിലാണ്. ഭരത്പൂർ രാജസ്ഥാൻ ആണെങ്കിൽ സുൽത്താൻപൂർ ഹരിയാന. അടുത്തത് രംഗത്തിട്ട്. എന്താണ്? രംഗത്തിട്ട് എവിടെയാ? കർണാടക. രംഗത്തിട്ട് ബേർഡ് സാങ്ച്വറി കർണാടക. സൽസരോവർ. എന്താ? സൽസരോവർ എവിടെയാ? ഗുജറാത്ത്. സൽസരോവർ ബേർഡ് സാങ്ച്വറി എവിടെയാണ്? ഗുജറാത്തിലാണ്. സൽസരോവർ ഗുജറാത്തില്. കൊല്ലേരു എവിടെയാണ്? കൊല്ലേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ്. ഇനി അടുത്തത് തട്ടേക്കാട് എവിടെയാന്ന് അറിയാലോ? ഒന്ന് പറഞ്ഞേ, തട്ടേക്കാട് എവിടെയാണെന്ന്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എവിടെയാ? തട്ടേക്കാട് കേരളത്തിലാണ് അല്ലെ. തട്ടേക്കാട് കേരളത്തിലാണ്, വളരെ പ്രധാനമാണ്. കൊല്ലേരുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൂടിയാണ് കൊല്ലേരു അല്ലെ, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. അപ്പൊ കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ്, ബേർഡ് സാങ്ച്വറി ആണ്. തട്ടേക്കാട് കേരളത്തിലാണ്. ഇനി അടുത്തത് ചിന്താമണികർ. എന്താണ്? ചിന്താമണികർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ബംഗാള്. അപ്പൊ ഓർത്ത് വെച്ച മക്കളെ, ഭരത്പൂറിന്റെ വേറൊരു പേരെന്താണ്? കിയോലാഡിയോ. ഭരത്പൂർ എന്ന് പറഞ്ഞാലും കിയോലാഡിയോ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. രാജസ്ഥാനിലാണ്. സുൽത്താൻപൂർ ഹരിയാനയിലാണ്. രംഗത്തിട്ട് കർണാടകത്തിലാണ്. സൽസരോവർ ഗുജറാത്തിലാണ്. കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ്. കൊല്ലേരു എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൂടിയാണ് കൊല്ലേരു അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ചിന്താമണികർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇനി എന്താ പറയുന്നത്?
ചില വിശേഷണങ്ങൾ ചില നാഷണൽ പാർക്കുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മിനി കാസിരംഗ, അങ്ങനെ മിനി കാസിരംഗ, കാസിരംഗ ആസാമിലാന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഒറാങ്. എന്താണ്? ഒറാങ്. ഒറാങ് ആസാമിൽ തന്നെയാണ് മിനി കാസിരംഗ കേട്ടോ. ഇനി വിദർഭയുടെ രത്നം എന്താണ്? വിദർഭ. വിദർഭയുടെ രത്നം, വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ. തഡോബ എവിടെയാന്നാ പറഞ്ഞേ? മഹാരാഷ്ട്ര. തഡോബ മഹാരാഷ്ട്ര. തഡോബ മഹാരാഷ്ട്ര. ഇനി അടുത്തത് നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് ഉണ്ട് അല്ലെ? റുഡ്യാർഡ് കിപ്ലിംഗ് അറിയാം നിങ്ങൾക്ക്. റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗിന്റെ കൃതി ഏതാണ്? നമ്മുടെ ജംഗിൾ ബുക്ക് ആണ് അല്ലെ? റുഡ്യാർഡ് കിപ്ലിംഗിന്റെ കൃതി ഏതാണ്? ജംഗിൾ ബുക്ക്. ആ ജംഗിൾ ബുക്ക് പശ്ചാത്തലമായ നാഷണൽ പാർക്ക് ഏതാണ്? കൻഹ നാഷണൽ പാർക്ക് ആണ്. കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കൻഹ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പൊ ഇത്രയാണ് നാഷണൽ പാർക്ക്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എലിഫന്റ് റിസർവും ബയോസ്ഫിയർ റിസർവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവ്, ആ 3 ടോപ്പിക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.